ഇന്നത്തെ ദിവസം ഞാൻ ഒട്ടും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ കുഞ്ഞൂസ് എടുത്തൊരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് എടുക്കാം. ഇന്ന് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. ഞായറാഴ്ച പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏട്ടൻ പുറത്ത് മരുന്നടിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കാടായിട്ടുണ്ട്. അപ്പോൾ മുറ്റത്തും ആ സൈഡിലൊക്കെ മരുന്നടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. ഉപ്പുമാവ് ഇന്ന് ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മാവ് പൊന്താൻ വേണ്ടിയിട്ട് ടിപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സന്തോഷം തോന്നി. എനിക്ക് വേണ്ടി അത്രയും സമയം നിങ്ങൾ ചിലവഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് വേഗം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. ഞായറാഴ്ച ദിവസം ഞാൻ വേഗം വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ അടുക്കളയും ഹാളും എല്ലാം ഒന്നിച്ചാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഹാളാണ്. അപ്പോൾ ഞായറാഴ്ച ആരെങ്കിലും കയറി വന്നാലോ എന്ന് വെച്ചാൽ ഞാൻ വേഗം എല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് ഇഷ്ടമാണ് കേട്ടോ. സൈഡിൽ ഇങ്ങനെ ബാൻഡുള്ള ബെഡ്ഷീറ്റ് ആകുമ്പോൾ ഇങ്ങനെ വിരിച്ച വൃത്തിയിൽ കിടന്നോളൂ. അല്ലെങ്കിൽ എനിക്ക് ബെഡ്ഷീറ്റ് കറക്റ്റാക്കി വിരിക്കൽ തന്നെയാണ് കേട്ടോ പണി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി. പിന്നെ എനിക്ക് എൻ്റെ ബെഡ്ഷീറ്റിനേക്കാളും ഇഷ്ടം ബെഡിൻ്റെ ആ പ്രൊട്ടക്ടറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഗ്രീൻ ഉണ്ട്, അതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്ത ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കാൻ നോക്കി, എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ട് പിന്നെ ഏട്ടൻ വന്നിട്ട് വിരിക്കാമെന്ന് വെച്ചിട്ട് ഞാനങ്ങ് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വേഗം എല്ലാവിടെയും ഒന്ന് അടിച്ച് വാരുകയാണ്. പിന്നെ എനിക്ക് അടുക്കളയിലുണ്ടല്ലോ, എനിക്ക് നമ്മുടെ സിങ്കില്ലേ, പാത്രം കഴുകുന്ന സിങ്ക് എനിക്ക് എപ്പോഴും ഇങ്ങനെ തുടച്ചിടണം കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് എനിക്ക് അതിനകത്ത് വെള്ളം കാണുന്ന ഇഷ്ടേ അല്ല. കുഞ്ഞൂസ് ഇടയ്ക്കിടയ്ക്ക് വെള്ളമാക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. പിന്നെ ഞാൻ തോന്നുന്നു സിങ്കല്ലേ എല്ലാവരും കഴുകുമ്പോൾ വെള്ളം ആവൂലേ, എന്നാലും എൻ്റെ മാത്രം സ്വഭാവമാണോ എന്നറിയില്ല, എനിക്ക് അത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം അടിച്ചു വാരിയെല്ലാം തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ പടിയിൽ ആ ചവിട്ടി ഒന്ന് ഉണങ്ങാനുള്ള സമയം കിട്ടില്ല കേട്ടോ. ഒന്ന് ഉണക്കി എടുക്കുമ്പോഴത്തേക്ക് അടുത്ത മഴ വരും. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് ഉണക്കാനിട്ടു. പിന്നെ അടുത്ത എൻ്റെ മെയിനായിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ അലക്കലാണ് കേട്ടോ. അലക്കൽ എനിക്ക് ഇച്ചിരി മടിയുള്ള കാര്യമാണ്. മടിയെന്നല്ല, ഡെയിലി നമ്മൾ അലക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഒരു ദിവസമൊക്കെ വയ്യാണ്ടായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ അലക്കാൻ പോകാറുള്ളൂ. നിങ്ങൾക്കറിയാലോ, എനിക്ക് അപ്പുറത്തേക്ക് പോകണം അലക്കാനായിട്ട്. ഇവിടെ അലക്കൽ ഞങ്ങൾ സെറ്റാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അലക്കുകയാണ്. അലക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളവിടെ ഒരു തുമ്പീനെ കണ്ടുട്ടോ. എനിക്ക് കുഞ്ഞൂസിന് അതിനൊന്ന് പിടിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. പിടിച്ചിട്ടൊന്നും ചെയ്യാനല്ല കേട്ടോ, പിടിച്ചിട്ട് അങ്ങനെ തന്നെ വിടാൻ, കുഞ്ഞൂസിനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ തുമ്പീനെ നോക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ താഴെ വേറൊരാൾ ഇരിക്കുന്നുണ്ട്. കാപ്പീൻ്റെ മുകളിലൊരു ചേര ഇരിക്കുന്നു കേട്ടോ. ഞങ്ങൾ കുറേ അനക്കി നോക്കി, അത് പോകുന്നില്ല. പിന്നെ ഞാൻ വേഗം അലക്കിയിട്ടെല്ലാം വിരിച്ചിട്ടൊരു കാര്യമില്ല, അപ്പം തന്നെ എടുക്കേണ്ടി വരും, അപ്പം തന്നെ മഴയും വരും. പിന്നെ ഞാൻ വേഗം അലക്കി എല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് വേഗം പോയി കുളിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു കൊറിയർ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ബോട്ടിലുകളാണ് കേട്ടോ. എനിക്ക് എത്ര ബോട്ടിൽ വാങ്ങിച്ചാലും മതിയാവില്ല, കാരണം നമുക്ക് പല വലിപ്പത്തിലുള്ള ബോട്ടിലുകൾ വേണമല്ലോ. കടുകിടാൻ വേറെ, ഉപ്പിടാൻ വേറെ, പഞ്ചസാര ഇടാൻ അങ്ങനെയൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ ഒരേ ഷേപ്പിലുള്ളത് വാങ്ങിക്കുമ്പോൾ എനിക്ക് ശരിയാവുന്നില്ല. സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചിട്ടും അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ ഒരു 18 ബോട്ടിൽ കണ്ടു. മിൽട്ടൻ്റെ ആണ് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു ഡിസൈൻ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.